ഹൃദയത്തിൽ മാലിന്യം നിക്ഷേപിച്ചവൻ അവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആപതിച്ചു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ നന്നാക്കണം, അള്ളാഹുവിന്റെ നോട്ടസ്ഥാനത്ത് നന്നാക്കണം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പകയില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഹൃദയം നന്നായിട്ടുണ്ട് എന്ന്. നേരെ മറിച്ച് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെന്ന പ്രദേശത്ത് ജനിച്ച് ഒരു കാലഘട്ടത്തെ ജനങ്ങളെ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലേക്ക് അറിവിന്റെ നിറവെളിച്ചത്തിലേക്ക് കൈപിടിച്ചാണ് ശുദ്ധിയാക്കിയത്. മഹാനവറുകൾ അവിടുത്തെ ഹൃദയത്തെ എങ്ങനെയാ ശുദ്ധിയാക്കിയത്? പരിശുദ്ധമായ ഖുർആൻ കൊണ്ടാ. പരിശുദ്ധോ നലവേറും മീശാത്തോ ജനതയിൽ നിന്ന്, എന്റെ ജനതയിൽ നിന്ന് നിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അങ്ങനെ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി. മഹാനായ റസൂൽ തങ്ങൾ പരിശുദ്ധ മക്കയിൽ പിറന്നു. ആ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വ ഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുദമ്മിയായ ഒരു പ്രവാചകനെ നിയോഗിച്ചു അല്ലാഹ്. അവരിൽ നിന്ന് ഉമ്മിയായ ഒരു പ്രവാചകനെ നിയോഗിച്ചു അല്ലാഹ്. അവർക്ക് തന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കും വിജ്ഞാനവും പഠിപ്പിക്കാൻ വേണ്ടി അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കുകയാണ്. പ്രവാചകനായി നിയോഗിക്കുകയാണ്. وَإِن كَانُوا مِن قَبْلُ لَفِي ضَلَالٍ had made the Arab life perfect in war and woman. യുദ്ധം മദ്യം പെണ്ണ്, യുദ്ധം മദ്യം പെണ്ണ്. ഇത് അവരുടെ ഓതിയിട്ട് ഒരു ആയത്ത് ഓതിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് അവരോട് ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി അനുസരിക്കുന്ന അവരുടെ വായിലേക്ക് കൈയിട്ടുകൊണ്ട് ഉള്ളിൽ കിടന്ന മദ്യം പോലും ഛർദ്ദിച്ചു കളയാ പരിശ്രമിക്കുന്ന സ്വഹാബത്തിനെ ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ അവരുടെ ഉത്തരവാദിത്തം, ആ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, സമുദായത്തിന് ഉപകാരപ്പെടുന്ന മക്കള് ഈ ലോകത്തുണ്ടായി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാ. ആരാണ് പ്രിയമുള്ളവരെ? മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായി തീർന്ന ആളാ മൗലാനാ മുഹമ്മദ് അലി ജൗഹർ. 2 വയസ്സുള്ളപ്പോ പിതാവ് മരണപ്പെട്ടു പോവുകയാ. ബീഗം നാബിദ എന്ന ഉമ്മയാണ് ആ പൊന്നുമോനെ വളർത്തി വലുതാക്കിയത്. ഭൗതികമായ വിദ്യ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം എന്നത്. നമ്മുടെയൊക്കെ ശരീരത്തിൽ മാറലിന് പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ അല്പം ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയമെന്ന അവയവം. മനുഷ്യന്റെ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത ഒരേ ഒരു അവയവമേ ഉള്ളൂ, അത് ഹൃദയമാണ്. ഇത് ആരോഗ്യശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ക്യാൻസർ എന്ന മഹാമാരി ലോകത്താകമാനം പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആ രോഗം വരാതെ നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ചികിത്സയിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യന്റെ ശരീരത്തിലെ ഇതര അവയവങ്ങളെ അപേക്ഷിച്ച് ക്യാൻസർ ബാധിക്കാത്ത ഒരു അവയവമാണ് ഹൃദയം. ഈ ഹൃദയത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ 190ഓളം സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന ഈ ഹൃദയം നന്നായാലാണ് മനുഷ്യൻ നന്നാവുക. എന്തുകൊണ്ടാണ് മനുഷ്യൻ മോശമാകാനുള്ള കാരണം? അവന്റെ കർമ്മങ്ങൾ മോശമാകാനുള്ള കാരണം എന്താണ്? അവൻ എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത്? അവൻ എന്തുകൊണ്ടാണ് വ്യഭിചരിക്കുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ ഹൃദയം മോശമായതുകൊണ്ടാണ്. ഹൃദയം നന്നായാൽ മനുഷ്യൻ നന്നാകും, അവന്റെ കർമ്മങ്ങൾ നന്നാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആലോകർക്കും മുഴുവനും മാനവികതയുടെ മഹിത സന്ദേശമോദി മർത്യകുലത്തിന് മാർഗദർശനം നൽകാൻ മാനവകുലത്തിലേക്ക് കടന്നു വന്ന് മലിനമായ മാനവ മനസ്സിനെ മാധുര്യമോറുന്ന മലർവാടിയാക്കി മാറ്റിയ മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബ അലാ വ ഇന്ന ഫിൽ ജസദി മുളഗ, തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. അത് നന്നായ ശരീരം മുഴുവനും നന്നാകുന്നതാ. അത് നന്നായ മനുഷ്യൻ നന്നാകുന്നതാ. ആ മാംസകഷണം മോശമായ മനുഷ്യൻ മോശമാകുന്നതാ. ശരീരം മുഴുവനും മോശമാകുന്നതാ. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഹൃദയമാണ് നമ്മൾ നന്നാക്കേണ്ടത്. ഈ ഹൃദയം വിശുദ്ധിയുണ്ടെങ്കിലാ പടച്ചവന്റെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ഈ ഹൃദയത്തിലേക്കാണ് പടച്ചവൻ നോക്കുന്നത്. ഈ ഹൃദയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ നീയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്. ഹൃദയത്തിന്റെ നീയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. ആരാണ് പ്രിയമുള്ളവരെ? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനവുമായി പ്രചാരണം ആരംഭിക്കുമ്പോ പ്രാരംഭ ദശയിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്വർഗാവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ട സ്വഹാബിയ. ജീവിച്ചിരിക്കുമ്പോ തന്നെ അമ്മാർ ഇബ്നു യാസിർ നീ സ്വർഗത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച സഹാബിയ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു ദീനിനു വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായ മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ഈ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടുകയാ, ശത്രുക്കൾ ഉപദ്രവിക്കുകയാണ്, മർദ്ദിക്കുകയാ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാ. നീ മുസ്ലിം അല്ലെന്ന് ഒരു വാക്കു പറഞ്ഞാൽ, നീ വിശ്വാസിയല്ലെന്ന് ഒരു വാക്കു പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ പറയുമ്പോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മരണം ഓർമ്മ വരികയാ. താനും അതുപോലെ കൊല ചെയ്യപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, താനും അതുപോലെ വധിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാ, ഞാൻ മുസ്ലിമല്ല, ഞാൻ വിശ്വാസിയല്ല. ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്, ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. പിന്നീടാണ് ഓർമ്മ വന്നത്, അല്ലാ ഞാൻ എന്താണ് പറഞ്ഞത് പടച്ചവനെ? മുസ്ലിം അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്, വിശ്വാസിയല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഇസ്ലാമിന്റെ പുറത്തു പോയോ? ഞാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയോ? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്,
എന്നെ ശത്രുക്കൾ പിടികൂടി നബിയെ, ഉപദ്രവിച്ചു നബിയെ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നബിയെ. വിശ്വാസിയല്ലെന്ന് പറഞ്ഞാൽ, മുസ്ലിം അല്ലെന്ന് പറഞ്ഞാൽ വെറുതെ വിടാമെന്നോ പറഞ്ഞു. അങ്ങനെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിം അല്ലെന്ന് പറഞ്ഞു നബിയെ, ഞാൻ വിശ്വാസിയല്ലെന്ന് പറഞ്ഞു നബിയെ. ഞാൻ ഇസ്ലാമിന്റെ പുറത്തു പോയോ, ഞാൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയോ? ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ ഖൽബുക യാ അമ്മാർ, കൈഫ ഖൽബുക യാ അമ്മാർ, നിന്റെ ഹൃദയം എങ്ങനെയായിരുന്നു അമ്മാറ്? നീ മുസ്ലിം അല്ലെന്ന് പറഞ്ഞപ്പോ, നീ വിശ്വാസിയല്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ ഹൃദയത്തിന്റെ നീയത്ത് എങ്ങനെയായിരുന്നു? നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെ പറഞ്ഞതാ, ഖൽബി മുത്മഇന്നും ബിൽ ഈമാൻ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ഈമാൻ ഉണ്ടായിരുന്നു നബിയെ, വിശ്വാസമുണ്ടായിരുന്നു നബിയെ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശബ്ദനാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നിശബ്ദനാകുമ്പോ ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ അംലാക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിന്റെ വചനവുമായി ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് അതാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവതരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാൾ വിശ്വാസിയായതിനു ശേഷം നിർബന്ധിതാവസ്ഥയിൽ അവിശ്വസിച്ചു പോയാൽ, നിർബന്ധിതാവസ്ഥയിൽ അവിശ്വസിച്ചു പോയാൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഈമാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ആയത്ത് അവതരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അമ്മാറിനോട് പറയുന്നു, അമ്മാർ, നിന്റെ വിഷയത്തിൽ ആയത്ത് അവതരിച്ചിട്ടുണ്ട്, നിന്റെ വിഷയത്തിൽ ഖുർആനിക സൂക്തം, ഖുർആനിൽ അധ്യായം അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിക ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല അമ്മാറേ, അല്ല നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയമാ, ഹൃദയത്തിന്റെ നീയത്താണ് അല്ലാഹു പരിഗണിക്കുന്നത്, ഹൃദയത്തിന്റെ നന്മയാണ് പടച്ചവൻ പരിഗണിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടായിരുന്നല്ലോ, നീ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാഹു നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ഭാവങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, പിന്നെ അല്ലാഹു നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നോട്ടസ്ഥാനമായ ഹൃദയം, അല്ലാഹുവിന്റെ നോട്ടസ്ഥാനമായ ഹൃദയം, ആ ഹൃദയത്തെയാണ് നമ്മൾ ഓരോരുത്തരും നന്നാക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹൃദയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തെ പരിശുദ്ധിപ്പെടുത്താനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഈ ഹൃദയത്തെ പരിശുദ്ധിപ്പെടുത്തിയാൽ മാത്രമേ, ഹൃദയ വിശുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ നാളെ പടച്ചവന്റെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ഹൃദയത്തെ വിശുദ്ധിപ്പെടുത്തിയവൻ വിജയിച്ചു, ഹൃദയത്തെ അഴുക്കാക്കിയവൻ, ഹൃദയത്തിൽ മാലിന്യം നിക്ഷേപിച്ചവൻ, അവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആപതിച്ചു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ നന്നാക്കണം. അല്ലാഹുവിന്റെ നോട്ടസ്ഥാനത്ത്
സ്ഥാനത്ത് നന്നാക്കണം. ഒരു മനുഷ്യന്റെ ഹൃദയം നല്ലതാണ് എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയമുണ്ട് എങ്കിൽ, ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള പേടിയുണ്ട് എങ്കിൽ, മറ്റുള്ളവരോടുള്ള അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ, പകയില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഹൃദയം നന്നായിട്ടുണ്ട് എന്ന്. നേരെ മറിച്ച് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ, മറ്റുള്ളവരോടുള്ള അസൂയ വിദ്വേഷം വൈരാഗ്യം പക ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഹൃദയം മോശമായിരിക്കുന്നു എന്ന്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടന ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, ശുദ്ധിയുള്ള ഹൃദയമുള്ളവനും സത്യസന്ധമായ നാവുള്ളവനും, ശുദ്ധിയുള്ള ഹൃദയമുള്ളവനും സത്യസന്ധമായ നാവുള്ളവനും അവനാണ് ജനങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ സ്വഹാബത്ത് പ്രവാചകനോട് വീണ്ടും ചോദിക്കുകയാണ്, സദൂഖുൽ ലിസാനി നഅരിഫുഹു ഫമാ മഖ്മൂമുൽ ഖൽബ്, സത്യസന്ധമായ നാവുള്ളവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, സത്യം മാത്രം നാവ് കൊണ്ട് പറയുന്നവൻ അവനാണല്ലോ സത്യസന്ധമായ നാവുള്ളവൻ. പക്ഷേ മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല, വൃത്തിയുള്ള ഹൃദയം ശുദ്ധിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി വിശദീകരിച്ച് തരുമോ എന്ന് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശുദ്ധിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ ഫീഹി വലാ ഗില്ലുൻ വലാ ഹസദ, അല്ലാഹുവിനെ പേടിക്കുന്ന പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായ ഹൃദയം, അതാണ് ശുദ്ധിയുള്ള ഹൃദയം. ലാ ഇസ്മ ഫീഹി വലാ ബഗിയ ഫീഹി വലാ ഗില്ലുൻ വലാ ഹസദ, മറ്റുള്ളവരോടുള്ള അസൂയ ഹൃദയത്തിലുണ്ടാകില്ല, മറ്റുള്ളവരോടുള്ള പകയ ഹൃദയത്തിലുണ്ടാകില്ല, മറ്റുള്ളവരോടുള്ള വിദ്വേഷം ഹൃദയത്തിലുണ്ടാകില്ല. അങ്ങനെയുള്ള ഹൃദയമാണ് ശുദ്ധമായ ഹൃദയമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റുള്ളവരോടുള്ള പക ഹൃദയത്തിലുണ്ടെങ്കിൽ, അല്ലാഹുവിനെ പറ്റിയുള്ള പേടി ഹൃദയത്തിലില്ലെങ്കിൽ, അല്ലാഹുവിനെ പറ്റിയുള്ള ഭയം ഹൃദയത്തിലില്ലെങ്കിൽ, നമ്മൾ മനസ്സിലാക്കിക്കോ നമ്മുടെ ഹൃദയം മോശമായിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ മാലിന്യമുണ്ട്. ഈ മാലിന്യം കൊണ്ട് പടച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇബാദത്ത് കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയൂല. ദുനിയാവിൽ ഒരുപാട് നിസ്കരിച്ചാൽ, ദുനിയാവിൽ ഒരുപാട് നോമ്പ് പിടിച്ചാൽ മാത്രം നാളെ പടച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പടച്ചവന്റെ പരലോകത്തെ ഏറ്റവും വലിയ പരാജിതനെ സംബന്ധിച്ച്, ഏറ്റവും വലിയ ദൗർഭാഗ്യവാനെ സംബന്ധിച്ച് മഹാന്മാരായ സ്വഹാബത്തിനു പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, നാളെ പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. മാതാപിതാക്കളോ മക്കളോ കൂടപ്പറപ്പുകളോ കൂട്ടുകാരോ ഉപകാരപ്പെടാത്ത, തിരിഞ്ഞുപോലും നോക്കാത്ത പരലോകമുണ്ടല്ലോ. മനുഷ്യന്റെ തലയുടെ ഒരു ചാണുയരത്തിൽ സൂര്യനെ അല്ലാഹു ഉദിപ്പിച്ചു നിർത്തുന്ന പരലോകമുണ്ടല്ലോ. ഇന്ന് ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന, സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ ഒരു ദിവസം 1,72,80,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തലയുടെ ഒരു ചാൺ ഉയരത്തിൽ ഉദിപ്പിച്ചു നിർത്തുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയാ. ആ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ കടന്നു വരികയാ. യൗതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമാ.
വെളുത്ത തിഹാമ മലകളെ പോലെയുള്ള നന്മകളുമായിട്ട്, വെളുത്ത തിഹാമ മലകളെ പോലെയുള്ള നന്മകളുടെ കൂമ്പാരവുമായിട്ട് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഫയജഅലുല്ലാഹു ലഹാ ഹബാഅൻ മൻസൂറാ. ആ നന്മകൾ കൊണ്ട് അവർക്കൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. ആ നന്മ കൊണ്ട് അവർക്ക് സ്വർഗം കിട്ടുകയില്ല. അവരെ അല്ലാഹു കത്തിയാളുന്ന ഭീകരമായ ഭീതിജനകമായ ഭീകത്സമായ നരകത്തിലേക്ക് പടച്ച തമ്പുരാൻ വലിച്ചെറിയുകയാ. അവരാണ് പരലോകത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സദസ്സിലുണ്ടായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നന്മ ചെയ്തിട്ട് എന്തുകൊണ്ടാ അവർ നരകത്തിൽ പോയത്? അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തിട്ട് നമസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ട് പരിശുദ്ധമായ റമളാനിൽ നോമ്പനുഷ്ഠിച്ചിട്ട് സദഖ ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ദിക്ർ ചൊല്ലിയിട്ട് എന്തുകൊണ്ടാണ് അവർ നരകത്തിലേക്ക് പോയതെന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സൗബാനോട് പറയുന്ന, സൗബാ, ദുനിയാവിൽ ഒരുപാട് നന്മ അവർ ചെയ്തവരായിരുന്നു, പക്ഷേ അവർ ഹറാമിനെ സൂക്ഷിക്കാത്തവരായിരുന്നു. മദ്യപിക്കുമായിരുന്നു, നിസ്കാരമുള്ളതോടൊപ്പം തന്നെ മദ്യപിക്കുമായിരുന്നു, നിസ്കാരമുള്ളതോടൊപ്പം തന്നെ വ്യഭിചരിക്കുമായിരുന്നു, നിസ്കാരമുള്ളതോടൊപ്പം പലിശയുമായി ബന്ധപ്പെടുമായിരുന്നു, നിസ്കാരമുള്ളതോടൊപ്പം ലോട്ടറിയുമായി ബന്ധപ്പെടുമായിരുന്നു. അവന്റെ പരിശുദ്ധമായ ഖുർആനില് എന്തെല്ലാം കാര്യങ്ങൾ നിഷിദ്ധമാക്കിയോ, അല്ലാഹു എന്തെല്ലാം പാപമാണെന്ന് പറഞ്ഞോ, ആ പാപത്തിൽ നിന്ന് സൂക്ഷ്മത പുലർത്താത്തവരാ, അല്ലാഹുവിനെ ഭയപ്പെടാതെ ദുനിയാവിൽ ജീവിച്ചവരാ. അതുകൊണ്ടാണ് അവർ കത്തിയാടുന്ന നരകത്തിലേക്ക് പോയതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ പേടിയില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയം മോശമായിട്ടുണ്ട്. പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മുടെ ഹൃദയം മോശമാണ് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കണേ. നമ്മുടെ ഹൃദയം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണേ. ഹൃദയം നന്നാകുന്നതിന് 5 മരുന്ന് കഴിച്ചാൽ മതിയെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാ. ഹൃദയത്തിന്റെ രോഗം മാറണമെങ്കിൽ, ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം ഉണ്ടാകണമെങ്കിൽ, ഹൃദയത്തിൽ പടച്ചവനെ പറ്റിയുള്ള പേടി ഉണ്ടാകണമെങ്കിൽ, തെറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോഴും ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടാകണമെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയണമെങ്കിൽ, മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും വൈരാഗ്യവും ഒന്നും ഹൃദയത്തിൽ ഇല്ലാതാകണമെങ്കിൽ 5 മരുന്ന് കഴിച്ചാൽ മതിയെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാം. 5 മരുന്ന് കഴിച്ചാൽ മതി, ഹൃദയത്തിന്റെ രോഗം എല്ലാം മാറിക്കിട്ടും. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ശരീരത്തിന് രോഗം വന്നാൽ നമ്മ എന്താ ചെയ്യാ? ശരീരത്തിന് രോഗം വന്നാൽ ഇവിടെ അടുത്ത് ഏത് ഹോസ്പിറ്റലിലാണോ ഉള്ളത്, ആ ഹോസ്പിറ്റലിൽ ഏത് നല്ല ഡോക്ടർമാരാണോ ഉള്ളത്, ആ ഡോക്ടർമാരെ പോയി കണ്ട് നമ്മൾ ചികിത്സ തേടും, നമ്മൾ മരുന്ന് കഴിക്കും, നമ്മുടെ രോഗം മാറ്റും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്? നമ്മുടെ രോഗം മാറും, ഡോക്ടർമാരെ കണ്ട് മരുന്ന് കുറിച്ച് വന്നു, ആ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ രോഗം മാറും, ശരീരത്തിന്റെ രോഗം മാറി. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് രോഗമുണ്ട്. ആ ഹൃദയത്തിന്റെ രോഗം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ഹൃദയം നന്നാകാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ശരീരത്തിന് രോഗം വരുമ്പം മരുന്ന് കഴിച്ച് രോഗം മാറ്റുന്നത് പോലെ ഹൃദയ രോഗങ്ങൾക്കും മരുന്ന് കഴിച്ച് രോഗം മാറ്റാൻ കഴിയുമെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഹൃദയ രോഗങ്ങൾക്ക് 5 മരുന്നുകളുണ്ട്. ഹൃദയ രോഗങ്ങൾക്ക് 5 മരുന്നുകളുണ്ട്. ദവാഉ ഖൽബി ഖംസതുൻ ഫതിലാവതുൻ بتدبر المعنى والبطن الخلا وقيام ليل والتضرع بالسحر ومجالسات صالحين الفضلاء
മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരികയാ, ഹൃദയ രോഗങ്ങൾക്ക് 5 മരുന്നുകളുണ്ട്. ഹൃദയ രോഗങ്ങൾക്ക് 5 മരുന്നുകളുണ്ട്. ഒന്നാമത്തെ മരുന്ന് ഏതെന്നറിയോ? ഫതിലാവത്തും ബിതദബ്ബുരിൽ മഅനാ. അർത്ഥവും ആശയവും മനസ്സിലാക്കി പരിശുദ്ധമായ ഖുർആൻ ഓതല. ഉമ്മത്തി മുഹമ്മദിന്റെ സന്മാർഗ ദർശനത്തിനായി അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അവതരിപ്പിച്ച കാലഘട്ടത്തിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, സാർവജനീനവും സാർവകാലികവും നിത്യനൂതനവുമായ പ്രത്യയ ശാസ്ത്രമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഈ ലോകത്ത് പരിചയപ്പെടുത്താവുന്ന ഖുർആൻ ഉണ്ടല്ലോ. മദ്യം ഭുജിക്കാതെ ഉറങ്ങാത്ത, മദ്യം മണത്താതെ ഉണരാത്ത, മദ്യത്തിന്റെ മാദകലക്കയിൽ മതോന്മത്തരായി കഴിഞ്ഞു പോയ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ മദ്യത്തിന്റെ മായാ വലയത്തിൽ നിന്ന് മുക്തമാക്കി ലോകമാകുന്ന സ്ക്രീനിലെ സൂപ്പർ സ്റ്റാറുകളാക്കി മാറ്റിയ ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആൻ അർത്ഥം മനസ്സിലാക്കി, ആ ഖുർആൻ ആശയം മനസ്സിലാക്കി ഒരാൾ ഓതാൻ തയ്യാറായാൽ അവന്റെ ഹൃദയ രോഗം ഇല്ലാതാകുമെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ മഹാന്മാര്, അല്ലാഹുവിന്റെ ഔലിയാക്കളൊക്കെ അവരുടെ ഹൃദയം എങ്ങനെയാ നന്നാക്കിയത്, അവരുടെ ഹൃദയം എങ്ങനെയാ നന്നാക്കിയത്? ഒരുപാട് അതിന്റെ പിന്നിൽ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പരിശ്രമങ്ങൾ അതിന്റെ പിന്നിൽ നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ വലിയാകുക എന്ന് പറഞ്ഞ, ഔലിയാകുക എന്ന് പറഞ്ഞ, അല്ലാഹുവിന്റെ ഇഷ്ടദാസനാകുക എന്ന് പറഞ്ഞ അത് നിസ്സാര കാര്യമല്ലല്ലോ. അതിന്റെ പിന്നിൽ ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പരിശ്രമമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഔലിയാക്കളുടെ നേതാവായ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ഓർമ്മിക്കുന്ന മാസമാണല്ലോ ഈ മാസം എന്നുള്ളത്. മഹാനവറുകളെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ ഈ മാസം എന്നുള്ളത്. മഹാനവറുകളുടെ പേരിലല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, മഹാനവറുകളുടെ പേരിലല്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ആരാ? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 470 ഇറാനിലെ ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച് ഒരു കാലഘട്ടത്തെ ജനങ്ങളെ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലേക്ക്, അറിവിന്റെ നിറവെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച ആത്മീയ ഭൗതിക നവോത്ഥാനത്തിന് ദിശനാപരമായ നേതൃത്വം നൽകിയ, ഇടയനില്ലാത്ത ആട്ടിൻ പറ്റത്തെ പോലെ കഴിഞ്ഞിരുന്ന മുസ്ലിം ജനതയെ ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് കൈപിടിച്ചാനയിച്ച മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയാ ഔലിയാക്കളുടെ നേതാവായിരുന്നു മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ അവിടുത്തെ ഹൃദയത്തെ എങ്ങനെയാണ് ശുദ്ധിയാക്കിയത്? മഹാനവറുകൾ അവിടുത്തെ ഹൃദയത്തെ എങ്ങനെയാ ശുദ്ധിയാക്കിയത്? പരിശുദ്ധമായ ഖുർആൻ കൊണ്ട്. പരിശുദ്ധമായ ഖുർആൻ ധാരാളം ഓതിയിരുന്ന മഹാനാ, അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി ചിന്തിച്ച് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ ഓതി പൊട്ടിക്കരഞ്ഞ മനുഷ്യനാ ഔലിയാക്കളുടെ നേതാവായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു. ഒറ്റ രാത്രി കൊണ്ടൊരു ഖത്തം തീർക്കുമായിരുന്നു, ഒറ്റ രാത്രി കൊണ്ടൊരു ഖത്തം തീർക്കുമായിരുന്നു. നലവേറും മീശാത്തോ യോദോരോവാലേ 40 സുബ്ഹി തോഴുതോ. നലവേറും മീശാത്തോ യോദോരോവാലേ 40 സുബ്ഹി തോഴുതോവാ. ഒരു കാലിൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോര്, ഒരു ചോര് മുതലായി മൂവാണ്ട് കാത്തോവാർ. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒറ്റ രാത്രി കൊണ്ടൊരു ഖത്തം തീർത്ത മഹാനാ. അത്രമാത്രം ഖുർആനെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാ, ഖുർആനെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാ. അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി പരിശുദ്ധമായ ഖുർആൻ ഓതി അതിലൂടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച മഹാനാണ്
മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയവും നമുക്ക് ശുദ്ധിയാക്കണ്ടേ. ഹൃദയത്തിന്റെ രോഗങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ ഇല്ലാതാക്കണ്ടേ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹൃദയ രോഗങ്ങൾക്കുള്ള ഒന്നാമത്തെ മരുന്ന് ഏതെന്നറിയോ? ഫതിലാവതും ബിതദബ്ബുരിൽ മഅനാ. അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി പരിശുദ്ധമായ ഖുർആൻ ഓതലാ. അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി പരിശുദ്ധ ഖുർആൻ ഓതിയാൽ മനുഷ്യന്റെ ഹൃദയം നന്നാകുമെന്ന. ഖുർആൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. 4000 സംവത്സരങ്ങൾക്കപ്പുറം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വന്നത്. ആ പ്രവാചകന് വിശുദ്ധമായ ഖുർആൻ എന്ന ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك. ഈ ജനതയിൽ നിന്ന് നിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയോ ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയോ അവരുടെ ജീവിതത്തെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ്. ഈ ജനതയിൽ നിന്ന്, എന്റെ ജനതയിൽ നിന്ന് നിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അങ്ങനെ അവരുടെ ജീവിതത്തെ സംസ്കരിക്കുകയും ചെയ്യുന്ന, മനുഷ്യന്മാരെ നന്നാക്കുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ പിറന്നു. ആ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല പറയുന്നുണ്ട് റസൂലുള്ളാഹിന്റെ നിയോഗത്തെ പറ്റി, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ والحكمة وإن كانوا من قبل لفي ضلال مبين. അവരിൽ നിന്ന് ഉമ്മിയായ ഒരു പ്രവാചകനെ നിയോഗിച്ചു അല്ലാഹ്. അവരിൽ നിന്ന് ഉമ്മിയായ ഒരു പ്രവാചകനെ നിയോഗിച്ചു അല്ലാഹ്. അവർക്ക് തന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കാൻ വേണ്ടി അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ പ്രവാചകനായി നിയോഗിക്കുകയാണ്. പ്രവാചകനായി നിയോഗിക്കുകയാണ്. അവർ ഇതിനു മുമ്പ് വഴികേടിലായിരുന്നു. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോ മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? അക്രമത്തിലും അനീതിയിലും അധാർമികതയിലും ആഭാസത്തരങ്ങളിലും അനാശാസ്യങ്ങളിലും മുഴുകി പടച്ച തമ്പുരാനെ മറന്നുകൊണ്ട് പരലോകത്തെ മറന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിതം നയിച്ചിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. 3 Wകൾ അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. W കൊണ്ട് തുടങ്ങുന്ന 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനിവാര്യമായിരുന്നു.
Three wars had made the Arab life perfect in war and woman. യുദ്ധം മദ്യം പെണ്ണ്, യുദ്ധം മദ്യം പെണ്ണ്, ഇത് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. അങ്ങനെ ഇരിക്കുക ആ കാലഘട്ടത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി വരുന്നത്. ലഹരി അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. പെണ്ണ് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. യുദ്ധം അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തവർ ഒന്നായിരുന്നു. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി കടന്നു വരുന്നത്. ആ ജനതയെയാണ് റസൂലുള്ള സംസ്കരിച്ചത്. അവരെയാണ് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ അവസ്ഥയിലേക്ക് എത്തിച്ചത്. എന്തുകൊണ്ടാണ് എത്തിച്ചത്? പരിശുദ്ധമായ ഖുർആൻ കൊണ്ട്. ഖുർആനിലൂടെ ആ ജനതയെ സംസ്കരിച്ചു. ഖുർആനിലൂടെ ആ ജനതയെ സമുദ്ധരിച്ചു. എത്രമാത്രം സമുദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഓതിയിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് ആ ജനത എത്തിച്ചേരുകയാണ്. ഒരു ഖുർആൻ ഓതിയിട്ട് ഒരു ആയത്ത് ഓതിയിട്ട്, പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് അവരോട് ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് ആ ജനത മാറി. ഉദാഹരണമായിട്ട് സമ്പൂർണ്ണ മദ്യനിരോധനം ഈ ലോകത്ത് നടപ്പാക്കിയ ആൾ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇവിടെ മദ്യനിരോധനം നടപ്പാക്കാൻ വേണ്ടി എത്ര ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്? 1929ന്റെയും 1933ന്റെയും ഇടയ്ക്കുള്ള 4 വർഷം മദ്യത്തിനെതിരെ പ്രചരണം നടത്താനായി അമേരിക്കൻ ഗവൺമെന്റ് $60 മില്യൺ ചെലവഴിക്കുകയുണ്ടായി. മദ്യത്തിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വന്ന പ്രതിഷേധത്തിനെതിരെ അതിനുവേണ്ടി ചെലവഴിച്ച പൈസ $40 മില്യൺ ആണ്. അപ്പോഴേക്കും 300 പേര് കൊല ചെയ്യപ്പെട്ടു, 6 ലക്ഷം പേര് ജയിലിലടക്കപ്പെട്ടു. അവസാനം ഗത്യന്തരമില്ലാതെ അമേരിക്കൻ ഗവൺമെന്റ് നിയമം പിൻവലിക്കാൻ തയ്യാറായി. അതിനുശേഷം ഒരുപാട് ആളുകൾ മദ്യം നിരോധിക്കാൻ വേണ്ടി, മദ്യം ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ പരിശ്രമിച്ചു. മഹാത്മാഗാന്ധിയെ പോലെ ഒരുപാട് ആളുകൾ, എബ്രഹാം ലിങ്കണെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ പരിശ്രമിച്ചു. പക്ഷേ സമ്പൂർണ്ണ മദ്യനിരോധനം ഈ ലോകത്ത് നടപ്പാക്കാൻ സാധിച്ചില്ല. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയ പ്രവാചകനാ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ മസ്ജിദ് നബവിയുടെ മെമ്പറിൽ കയറി നിന്നുകൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനത്തിന്റെ ആയത്ത് ഓതുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കുന്ന അമ്പുകളുമല്ല, അതെല്ലാം പിശാചിന്റെ മാലിന്യമാണ്, പിശാചിന്റെ മാലിന്യമാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ദുനിയാവിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, കാലാകാലമായ ആഖിറത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, അത് സമ്പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണേ, മദ്യം നിങ്ങൾ ഉപേക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതുമ്പോ മഹാന്മാരായ സ്വഹാബത്ത് ഈ ആയത്ത് കേട്ട ഉടനെ തന്നെ മുത്തുനബിയോട് പറയുകയാ, ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ മദ്യം ഒഴിവാക്കിയിരിക്കുകയാ, ഇനി ഞങ്ങൾ മദ്യം കുടിക്കില്ല നബിയേ, ഇനി ഞങ്ങൾ മദ്യം കുടിക്കില്ല നബിയേ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഫദീഖം എന്ന മദ്യം ഞാൻ അബൂ തൽഹയ്ക്കും കൂട്ടുകാർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാ. അന്ന് മദീനയിലെ മുന്തിയതരം മദ്യമാ, അന്ന് മദീനയിലെ മുന്തിയതരം മദ്യമാ ഫദീഖ് എന്ന് പറയുന്ന മദ്യം. ആ മദ്യം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോ കൂട്ടുകാർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു മനുഷ്യനോട് വന്നുകൊണ്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയിരിക്കുകയാ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അല്ലാഹു
സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുകയാ. മദ്യം കുടിച്ചുകൊണ്ടിരുന്ന അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദ്യപാത്രം വലിച്ചെറിയുകയാ. പ്രിയമുള്ളവരെ, അവിടെ ഒരുമിച്ച് കൂടി അബൂ തൽഹയുടെ കൂട്ടുകാരും മദ്യം കുടിച്ചുകൊണ്ടിരുന്ന പാത്രം വലിച്ചെറിയുകയാ. അവരുടെ വായിലേക്ക് കൈയിട്ടുകൊണ്ട് ഉള്ളിൽ കിടന്ന മദ്യം പോലും ഛർദ്ദിച്ചു കളയാ പരിശ്രമിക്കുന്ന സ്വഹാബത്തിനെയാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖുർആനിന്റെ ആയത്തോതിയിട്ട് മദ്യം ഉപേക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ, മദ്യമിനി നിങ്ങളുടെ ജീവിതത്തിൽ തുടരുതെന്ന് പറഞ്ഞപ്പോ അത് അക്ഷരം പ്രതി അനുസരിക്കാ സ്വഹാബാക്കൾ തയ്യാറാവുകയാ. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ആയത്തോതി എന്ത് കാര്യം പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് ആ ജനത മാറുകയാ. നിസ്കാരത്തിന്റെ വേളകളിൽ പോലും, പള്ളിയിലേക്ക് വരുന്ന അവസ്ഥയിൽ പോലും മദ്യപിച്ചുകൊണ്ട് കടന്നു വന്ന ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ കൊണ്ട് സംസ്കരിച്ചെങ്കിൽ ഈ ഖുർആൻ സംസ്കരണത്തിന്റെ ഗ്രന്ഥമാ, മനുഷ്യനെ നന്നാക്കുന്ന ഗ്രന്ഥമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് പല സഹാബാക്കൾക്കും താങ്ങാൻ കഴിയുമായിരുന്നില്ല. അവരെല്ലാം പൊട്ടിക്കരയുകയാ. കാരണം ഭാര്യയെക്കാള്, മക്കളെക്കാള്, മാതാപിതാക്കളെക്കാള്, ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നവരാ സ്വഹാബത്ത്. അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടവരാ സ്വഹാബത്ത്. ആ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ സഹാബത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പാടും ബിലാലും പാട്ട് മറന്നല്ലോ, ധീരരാമു മറന്ന് ആടിയോലഞ്ഞല്ലോ, അറുതും സമാവാത്തോ പൊട്ടിക്കരഞ്ഞല്ലോ, ആറ്റൽ റസൂലുള്ളാഹ് വിട്ട് പിരിഞ്ഞല്ലോ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് കണ്ടപ്പോ പല സഹാബത്തിനും മാനസിക വിഭ്രാന്തി ഉണ്ടാകുകയാ. റസൂലുള്ളാഹ് മരിച്ചു എന്ന് കേട്ടപ്പോ പല സഹാബാക്കളുടെയും മനസ്സ് പതറിപ്പോവുകയാ. വില്ലാളി വീരനായ ധീരനായ ഈമാനിന്റെ പ്രോജ്വല പ്രഭയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഊരിപ്പിടിച്ച വാളുമായി സഹാബത്തിന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയാ, ആരടാ എന്റെ ഹബീബ് മരിച്ചു എന്ന് പറയുന്നത്, ആരടാ എന്റെ റസൂലുള്ളാഹ് വഫാത്തായി എന്ന് പറയുന്നത്, അവനെ ഈ വാളുകൊണ്ട് ഞാൻ വെട്ടിക്കൊല്ലുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പതറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒരു സത്യവിശ്വാസിയുടെ നേരെ ആയുധം ചൂണ്ടാൻ പാടില്ലെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ റസൂലുള്ളാഹ് മരിച്ചു എന്ന ആളുകൾ പറയുമ്പോ, റസൂലുള്ളാഹ് വഫാത്തായി എന്ന ആളുകൾ പറയുമ്പോ അരയിൽ നിന്ന് കടാര വലിച്ചൂരിയിട്ട് മുഅ്മിനിന്റെ നേരെ, മുസ്ലിമീങ്ങളുടെ നേരെ വാള് ചൂണ്ടിക്കൊണ്ട് ഇനി ആരും അങ്ങനെ പറയരുത്, റസൂലുള്ളാഹ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്തിലെ തല കാണില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ. പല സ്വഹാബത്തിനും അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാ. ഈത്തപ്പന മരത്തിൽ നിന്ന് പഴം ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോഴാ ആരോ ഒരാൾ വന്നുകൊണ്ട് പറയുന്നത്, റസൂലുള്ളാഹ് വഫാത്തായിട്ടുണ്ട്. ഉടൻ തന്നെ അതാ ആകാശത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനേ, അല്ലാഹുമ്മ അഅ്മിനി, എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്ത് കളയണേ അല്ലാ. ഞാൻ ഇത്ര നാൾ എന്റെ ഹബീബിനെ കണ്ടു, എനിക്ക് കണ്ണുകൊണ്ട് ഇനി ഹബീബിനെ കാണാൻ കഴിയില്ലെങ്കിൽ, എന്റെ റസൂലുള്ളാഹിനെ ഇനി ഈ കൺകൊണ്ട് ദർശിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പടച്ചവനെ എനിക്ക് കണ്ണ്, എനിക്ക് കാഴ്ച വേണ്ട അല്ലാ, എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്ത് കളയണേ അല്ലാ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല പ്രാർത്ഥിക്കുകയാണ്.
ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസ്ഥ ഇങ്ങനെയാ, പല സഹാബത്തിന്റെയും അവസ്ഥ ഇങ്ങനെയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ സമീപത്തില്ലായിരുന്നു, റസൂലുള്ളാഹിന്റെ ചാരത്തില്ലായിരുന്നു. വഫാത്ത് കേട്ട് ഓടി വരികയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ കിടക്കുന്ന റൂമിലേക്ക് കയറുകയാ. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് ആ വെള്ളത്തുണി മാറ്റിയിട്ട് പ്രവാചകന്റെ ശരീരത്തെ ചുടുചുംബനങ്ങൾ നൽകുകയാ. കെട്ടിപ്പിടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാ. ഹബീബേ, എപ്പോഴും അങ്ങയോടൊപ്പം ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അങ്ങയുടെ മരണത്തിന്റെ സമീപത്ത് അങ്ങ് വഫാത്താകുന്ന സന്ദർഭത്തില് അങ്ങയുടെ ചാരത്തിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എനിക്ക് പൊരുത്തപ്പെട്ടു തരടേ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാ. നോക്കുമ്പോ സഹാബാക്കളെല്ലാം പല അവസ്ഥയിലാണ്. ഉമറാണെങ്കിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തതെന്നറിയോ? ആ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് പോയി വുളൂ ചെയ്യുകയാ. റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് പോയി വുളൂ ചെയ്യുകയാ പ്രിയമുള്ള സഹോദരങ്ങളെ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. അവിടെ കൂടിയിരിക്കുന്ന സകലമാന ആളുകളുടെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹിന്റെ മരണം പ്രവചിക്കുന്ന ആയത്തോതുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂലു അഫ ഇമ്മാ തൗ ഖുതിലൻ കലബ على عقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. وما محمد الا رسول. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാ. ഇതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രവാചകനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകൻ വധിക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോ നിങ്ങൾ പൂർവാവസ്ഥയിലേക്ക് പോവുകയാണോ? നിങ്ങൾ ദീനിന്റെ വെളിയിൽ പോകുന്ന പരിപാടി ചെയ്യുകയാണോ? നിങ്ങൾ മടമ്പ് കാലുകൊണ്ട് പുറകോട്ട് പോവുകയാണോ? വേണ്ട വേണ്ട എന്ന ആശയം വരുന്ന ആയത്തങ്ങോതുമ്പോ ആ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ശാന്തരാവുകയാ. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വാള് ദൂരേക്ക് വലിച്ചെറിയുകയാ. റസൂലുള്ളാഹി മരിച്ചു എന്ന ആ കാര്യം ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുകയാ. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ഹൃദയം പരിശുദ്ധമായി. എത്രമാത്രം പരിശുദ്ധമായി എന്ന് വെച്ചാ ഖുർആൻ ഓതിയിട്ടൊരു കാര്യം പറഞ്ഞ അക്ഷരം പ്രതി അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ ഹൃദയം പരുവപ്പെട്ടു. മഹാന്മാരായ സ്വഹാബത്തുകൾ അവരുടെ ഹൃദയം ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ മനുഷ്യനെ സംസ്കരിക്കുന്ന ഗ്രന്ഥവാ, ഖുർആൻ മനുഷ്യനെ നന്നാക്കുന്ന ഗ്രന്ഥം. പ്രിയമുള്ള സഹോദരങ്ങളെ, കേരളം ഇന്ന് ലഹരിയുടെ സ്വന്തം നാടാണോ എന്ന് തോന്നിപ്പിക്കുമാർ വ്യാപകമായ ലഹരി വിൽപ്പന കേന്ദ്രങ്ങള് നമ്മുടെ നാടുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കേരളം പഞ്ചാബിനേക്കാൾ മോശമായി കൊണ്ടിരിക്കുന്നുവെന്നാണ് ഋഷിരാജ് സിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പഞ്ചാബിനേക്കാൾ മോശമായി കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മക്കള് നന്നാകണോ? മക്കള് മദ്യത്തിന് അടിമപ്പെടാതെ, കഞ്ചാവിന് അടിമപ്പെടാതെ, ലഹരിക്ക് അടിമപ്പെടാതെ ആ മക്കള് നല്ലവരായി മാറണമെങ്കിൽ ആ മക്കൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താൽ മതി. അതിന് നമ്മൾ ദീനി സ്ഥാപനങ്ങളെയൊക്കെ പറഞ്ഞേക്കുക, മദ്രസകളിലേക്ക് പറഞ്ഞേക്കുക. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ നാട്ടില് ധാരാളം വിദ്യാർത്ഥികൾ, ദർസ് വിദ്യാർത്ഥികളുണ്ട്. അല്ലാഹു ഇവിടെ ഇൽമിലെല്ലാം ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ മദ്രസകളിലൊക്കെ മക്കൾ പഠിക്കുന്നു. ആ പഠിക്കുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കിയാൽ, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, ഖുർആന്റെ ആശയം മനസ്സിലാക്കിയാൽ അവര് നല്ലവരായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്.
മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ അവരുടെ ഉത്തരവാദിത്തം, ആ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ തയ്യാറായപ്പോൾ നാടിന് ഉപകാരപ്പെടുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, സമുദായത്തിന് ഉപകാരപ്പെടുന്ന മക്കള് ഈ ലോകത്തുണ്ടായി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാ. ആരാണ് പ്രിയമുള്ളവരെ? മൗലാന മുഹമ്മദ് അലി ജൗഹർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ചെറുപ്പത്തിലെ തന്നെ മനപ്പാഠമാക്കി ആലിമായി ഹാഫിളായേ മഹാപാണ്ഡിത്യത്തിന്റെ ഉടമയായി തീർന്ന ആളാ മൗലാന മുഹമ്മദ് അലി ജൗഹർ. 2 വയസ്സുള്ളപ്പോ പിതാവ് മരണപ്പെട്ടു പോയ വ്യക്തിയാ. 2 വയസ്സുള്ളപ്പോ പിതാവ് മരണപ്പെട്ടു പോവുകയാ. ബീഗം നാബിദ എന്ന ഉമ്മയാണ് ആ പൊന്നുമോനെ വളർത്തി വലുതാക്കിയത്. ഭൗതികമായ വിദ്യാഭ്യാസം കൊടുത്തു, ആത്മീയമായ വിദ്യാഭ്യാസം കൊടുത്തു. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നത നിലവാരമായ നിയമ പഠനത്തിന് വേണ്ടി ലണ്ടനിലെ ഏറ്റവും നല്ല കലാലയമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞേക്കുകയാ. ഈ പൊന്നുമോൻ പിന്നെ ആരായി മാറിയെന്നറിയോ? ചെറുപ്പത്തിലെ തന്നെ ഖുർആൻ ഹാഫിളായ ഈ പൊന്നുമോൻ പിന്നെ ആരായി മാറിയെന്നറിയോ? നാടിന് ഉപകാരപ്പെടുന്ന, രാജ്യത്തിന് ഉപകാരപ്പെടുന്ന, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന, സമുദായത്തിന് ഉപകാരപ്പെടുന്ന മകനായി മാറുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നതിന് ബോംബെയിൽ നിന്ന് വിക്ടോറിയ കപ്പൽ കയറി ലണ്ടനിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ബോംബെയിൽ നിന്ന് വിക്ടോറിയ കപ്പൽ കയറി ലണ്ടനിലേക്ക് പോകുമ്പോ ഗാന്ധിജിയാ യാത്രയാക്കാൻ ചെന്നത്. ഗാന്ധിജിയാണ് യാത്രയാക്കാൻ ചെന്നത്. ഗാന്ധിജി ചോദിച്ചു, അവിടെ പോയിട്ട് നീ എന്താണ് സംസാരിക്കുന്നത്? ലണ്ടനിൽ പോയിട്ട് നീ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ആ സമയത്ത് തന്റെ സർവാരിയിൽ നിന്ന് പരിശുദ്ധമായ ഒരു ഖുർആനിന്റെ കോപ്പി എടുത്തിട്ട് ഗാന്ധിജിയോട് പറയുകയാണ്, ഇതിലുള്ള കാര്യമായി എനിക്കവിടെ സംസാരിക്കാൻ, ഇതിലുള്ള കാര്യമാണ് എനിക്കവിടെ പറയാനുള്ളത്. അങ്ങനെ 80 രാജ്യങ്ങൾ ഒന്നിച്ച് ഭരിക്കുന്ന ജോർജിന്റെ മുന്നിൽ പോയി പ്രഭാഷണം നടത്തുകയാ. ജോർജിന്റെ മുന്നിൽ പോയി പ്രസംഗം നടത്തുകയാ. പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം പറയുമ്പോ ജോർജ് പറയാ, റസൂലുള്ളാഹിന്റെ പേര് ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നവനല്ല നീ. നിന്റെ രാജ്യത്തെ പറ്റി നീ പറഞ്ഞോ, പക്ഷേ നിന്റെ മതത്തിന്റെ പ്രവാചകനായ മുഹമ്മദിനെ പറ്റി ഇവിടെ ഒരക്ഷരം പറയാൻ പാടില്ല എന്ന് ജോർജ് പറയുമ്പോ തന്റെ മുന്നിലിരുന്ന ഡെസ്കിൽ അടിച്ചിട്ട് ജോർജിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ ജോർജ്, നിങ്ങൾ എന്റെ മതത്തെ ചോദ്യം ചെയ്യുകയാണോ? നിങ്ങൾ എന്റെ ആദർശത്തെ ചോദ്യം ചെയ്യുകയാണോ? മതകാര്യത്തിൽ ഒന്നാമത് ഞാനൊരു മുസ്ലിമാ. ആദർശ വിഷയത്തിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു മുസ്ലിമാ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോ ഒന്നാമത് ഞാനൊരു ഇന്ത്യക്കാരനാ, രണ്ടാമതും ഞാനൊരു ഇന്ത്യക്കാരനാ, മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനാ. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ സ്വതന്ത്രമായി മണ്ണില് 6 അടി മണ്ണ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ബക്കിംഹാം കൊട്ടാരത്തെ കിടുകിടാ വറപ്പിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള മക്കള് വേണ്ടേ? പ്രിയമുള്ള സഹോദരങ്ങള്, അവരൊക്കെ ഖുർആൻ പഠിച്ചു, ചെറുപ്പത്തില് ഖുർആൻ അനുസരിച്ച് ജീവിച്ചു, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കി. യാത്രയിൽ പോലും തന്റെ സർവാനിയിൽ പരിശുദ്ധമായ ഖുർആനിന്റെ കോപ്പി കരുതിയ മഹാനാ മൗലാന മുഹമ്മദ് അലി ജൗഹർ. മാതാപിതാക്കൾ അതിന്റെ പിന്നിൽ ത്യാഗം ചെയ്തതുകൊണ്ടാ, മാതാപിതാക്കൾ അതിന്റെ പിന്നിൽ പരിശ്രമിച്ചതുകൊണ്ടാ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചെറുപ്പത്തിലെ ഖുർആൻ പഠിച്ച വ്യക്തിയാ. ആരാ പഠിക്കാൻ വിട്ടത്? ഉമ്മുൽ ഖൈർ എന്നറിയപ്പെടുന്ന, ഫാത്തിമ എന്ന് അറിയപ്പെടുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവാ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയപ്പോ ആ മാതാവാണ് ആ പൊന്നുമോനെ ഖുർആൻ പഠിപ്പിക്കാൻ വിട്ടത്. അതുകൊണ്ടാണ് അവരും നന്നായത്. പ്രിയമുള്ള സഹോദരങ്ങള്, അവരൊക്കെ അല്ലാഹുവിന്റെ വലിയകളായി മാറിയത്, അവരൊക്കെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറിയത്. നമുക്കും അല്ലാഹുവിന്റെ വലിയാകണ്ടേ? നമ്മുടെ ഹൃദയം നന്നായാലേ നമുക്ക് വലിയാകാൻ സാധിക്കുകയുള്ളൂ. ശരീരം നന്നാക്കിയിട്ട് കാര്യമില്ല.
ശരീരത്തിന് വേണ്ടി ഒരുപാട് പൈസ ചെലവഴിക്കുന്നവരാ നമ്മള്. ശരീരം സൗന്ദര്യത്തിന് വേണ്ടി എത്ര രൂപ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. മുടി നല്ലതുപോലെ വെട്ടാൻ വേണ്ടി, നല്ല വസ്ത്രം ധരിക്കാൻ വേണ്ടി, നല്ല പളപളപ്പുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ മേനി കൂട്ടാൻ വേണ്ടി എത്രയായിരങ്ങളാ നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ, ശരീരം നന്നാക്കിയിട്ട് കാര്യമില്ല. ശരീരത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഹൃദയമുണ്ടല്ലോ, അതിലേക്കാണ് അല്ലാഹ് നോക്കുന്നത്. ആ ഹൃദയം നന്നാകണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ട് ഖുർആൻ ഓതുമോ? ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ തന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന സന്ദർഭത്തില് ദുൽഹജ്ജ് 9 അറഫ മൈതാനിയിൽ സമ്മേളിച്ച ആബാലവൃദ്ധം ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തറക്തു ഫീകും അംറീ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. 2 കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോവുകയാ. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ച നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കില്ല, നിങ്ങൾക്ക് മാർഗവംശം കിട്ടുകയില്ല, നിങ്ങൾ സന്മാർഗത്തിലായിക്കൊണ്ടേയിരിക്കുന്നതാ. ഏതാണ് ആ 2 കാര്യം അറിയോ? ഒന്നാമത്തേത് അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാ. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർച്ചയായിട്ടും ഹൃദയം മനുഷ്യന്റെ മോശമായി കൊണ്ടിരിക്കുന്നതാ. ഹൃദയത്തിന് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതാ. ഹൃദയത്തിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതാ. ഹൃദയത്തിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതാ. സഹാബത്ത് നബിയോട് ആ സമയത്ത് ചോദിക്കുകയാണ്, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. ശരീരത്തിലെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോ ആ ഹൃദയത്തെ എങ്ങനെയാ നന്നാക്കാൻ കഴിയുക? ഹൃദയത്തെ എങ്ങനെയാ നന്നാക്കാൻ കഴിയുക? റസൂലുള്ള പറഞ്ഞു, തിലാവത്തുൽ ഖുർആൻ വദിക്റുൽ മൗത്ത്. 2 കാര്യങ്ങൾ വഴി ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതാ. ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്നതാ. ഒന്നാമത്തേത് പരിശുദ്ധമായ ഖുർആൻ ഓതലാ. രണ്ടാമത്തേത് പടച്ചവനെ, ഒരു ദിവസം ഞാൻ മരിക്കേണ്ടവനാണല്ലോ അല്ലാ, ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവനാണല്ലോ അല്ലാ. ഈ ചിന്തയാണ്, മരണത്തെ പറ്റിയുള്ള ഓർമ്മയാണ്, മരണത്തെ പറ്റിയുള്ള ചിന്തയാണ്. ഈ 2 മരുന്ന് വഴി ഹൃദയം ശുദ്ധിയാക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ. ഹൃദയത്തിന് മാലിന്യം ഉണ്ടാകും. ഇന്നൽ ഖുലൂബ തസ്ദൗ കമാ യസ്തൗൽ ഹദീദ്. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും. ഹൃദയം മോശമായിക്കൊണ്ടിരിക്കും, ഹൃദയത്തിന് മാലിന്യം ഉണ്ടാകും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. ഈ ഹൃദയ മാലിന്യങ്ങൾ നീക്കാൻ എന്താ വഴി? പടച്ചവരെ പേടിയില്ലാത്തത് ഹൃദയത്തിൽ അഴുക്കുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരോട് വിദ്വേഷവും വൈരാഗ്യവും പകയൊക്കെ ഹൃദയത്തിൽ തോന്നുന്നത് ഹൃദയത്തിൽ മാലിന്യമുള്ളത് കൊണ്ടാ, ഹൃദയത്തിൽ അഴുക്കുള്ളത് കൊണ്ടാ. അപ്പൊ അതിനെ നന്നാക്കാനുള്ള വഴി 2 എണ്ണമാണ്. ഒന്ന് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതലാണ്. വദിക്റുൽ മൗത്ത്, മരണസ്മരണ. ഇത് തന്നെയാണ് ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയം നന്നാകണോ, ഹൃദയത്തിന്റെ രോഗം മാറണോ, ഒന്നാമതായി ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ഓതുക, ആശയം മനസ്സിലാക്കി ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറഞ്ഞു, ഹൃദയ രോഗങ്ങൾ ഇല്ലാതാകണമെങ്കിൽ, ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ ഇല്ലാതായി ഹൃദയം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ വലിൽ ബത്നിൽ ഖലാ, വയറിനെ കാലിയാക്കുക എന്നതാ. വയറിനെ കാലിയാക്കുക എന്നതാ എന്ന് പറഞ്ഞാൽ എന്താ? മഹാനവർകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. സുന്നത്ത് നോമ്പ് പിടിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് ഫർളാക്കിയിട്ടുണ്ട്. പരിശുദ്ധമായ റമദാനിലെ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? ആ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്. നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണം എന്താണെന്ന് അല്ലാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാ. എന്തിനാ നോമ്പ് നിങ്ങൾക്ക് ഫർളാക്കിയതെന്നറിയോ? ലഅല്ലകും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. പടച്ചവനെ പറ്റിയുള്ള പേടി, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം ഹൃദയത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാ. തഖ്വ എവിടെയാണ് സഹോദരങ്ങളെ? റസൂലുള്ളാഹി അതും പറഞ്ഞു തന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെഞ്ചിന്റെ ഭാഗത്തേക്ക്, ഇങ്ങനെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ഈ ഹൃദയത്തിലാണ് തഖ്വ. അപ്പൊ ഈ ഹൃദയത്തിൽ തഖ്വ ഉണ്ടാകണമെങ്കിൽ അള്ളാഹിനെ പറ്റിയുള്ള പേടി ഉണ്ടാകണമെങ്കിൽ നോമ്പ് പിടിക്കണം, പകൽ സമയങ്ങളിൽ പട്ടിണി കിടക്കണം. അപ്പോൾ ഹൃദയത്തിൽ തഖ്വയുണ്ടാകും. അതാണ് നമ്മൾ റമളാൻ മാസമാകുമ്പോൾ നമുക്ക് നന്നാകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അല്ലെ? മറ്റു മാസങ്ങളിൽ ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആളുകൾ റമളാൻ ആകുമ്പോൾ പള്ളിയിൽ വരും. മറ്റു മാസങ്ങളിൽ ഖുർആൻ ഓതാത്തവർ റമളാൻ ആകുമ്പോൾ ഖുർആൻ ഓതും. മറ്റു മാസങ്ങൾ ചെയ്യുന്ന നന്മകളെക്കാൾ റമളാന് നമ്മൾ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഹൃദയം നന്നാകുന്നത് കൊണ്ടാണ്. നോമ്പിലൂടെ നമ്മുടെ ഹൃദയം നന്നാവുകയാണ്. അപ്പൊ നമുക്ക് നന്മകളോടുള്ള താല്പര്യം കൂടും. ഹറാമ് കണ്ടാ നമ്മൾ നോക്കൂല, ഒരു തുണിയില്ലാത്ത പരസ്യം കണ്ടാ നമ്മൾ നോക്കൂല. കാരണം പടച്ചവനെ, ഞാൻ നോമ്പുകാരനാണല്ലോ എന്ന ചിന്ത, ഞാൻ നോക്കാൻ പാടില്ലല്ലോ എന്ന അള്ളാഹിനെ പറ്റിയുള്ള ഒരു പേടി. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും, നാളെ ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു ബോധം ഈ റമളാനിന്റെ പകലുകളിൽ നാം നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുകയാണ് സഹോദരങ്ങളെ. അപ്പൊ മനുഷ്യനെ നന്നാകാനുള്ള രണ്ടാമത്തെ വഴി ഏതാണ്? വലിൽ ബത്നിൽ ഖലാ, വയറിനെ കാലിയാക്കുക എന്നതാ. ഫർളായ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്താണ്, വ്യാഴാഴ്ച ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതുപോലെ മുഹറമിന്റെ നോമ്പ്, റജബിന്റെ നോമ്പ്, ശഅബാനിലെ നോമ്പ്, ഇതൊക്കെ നമ്മൾ നിർവഹിക്കുക വഴി നമ്മുടെ ഖൽബ് നന്നാകും, നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ ഇല്ലാതാകും. അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ അവരുടെ ഹൃദയം നന്നാക്കിയത് അങ്ങനെയാ സഹോദരങ്ങളെ. ആരാണ് പ്രിയമുള്ളവരെ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ വരിസൈബിൽ വന്ന് ഹാളിറായോക്ക് വൈദിയനോരത്ത് നോമ്പുശീക്കുവാൻ സൗമാനേ പെരിയവൻ നോമ്പോട് കൂടിയെന്നെ ഇപ്പൽ താനേ മരണമാക്കും എന്ന് വിണ്ടുവോതി അന്നാമാനേ. ഹിജറ 145 റബീഉൽ അവ്വലിൽ ഈ ലോകത്തേക്ക് പിറന്നു വീണ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ പിറന്നു വീണ പെണ്ണാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. വീട്ടിന്റെ മുന്നിൽ സ്വന്തമായിട്ട് ഖബർ കുഴിച്ചിട്ട്, വീട്ടിന്റെ മുന്നിൽ സ്വന്തമായിട്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നു കൊണ്ട് 4000 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്ത പെണ്ണ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ മുന്നിൽ പലപ്പോഴും നോമ്പുകാരിയായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല നോമ്പ് പിടിക്കുമായിരുന്നു. അങ്ങനെ ആ മഹദിക്ക് പടച്ചവൻ കൊടുത്ത ഭാഗ്യം എന്തെന്നറിയോ? അല്ലാഹു ആ മഹദിക്ക് കൊടുത്ത ഭാഗ്യം എന്തെന്നറിയോ? പരിശുദ്ധമായ റമളാൻ. ആ റമളാനിൽ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ ഏറ്റവും വല്ല പ്രത്യേകത എന്താ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ.
ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമളാൻ മാസം. റമളാനിന്റെ മറ്റൊരു പ്രത്യേകത നോമ്പ് നിർബന്ധമാക്കി എന്നതാ. ആ പരിശുദ്ധമായ റമളാനില് നോമ്പ് പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതുകയാ, സൂറത്തുൽ അൻആം ഓതുകയാ. ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളെല്ലാം പറയുന്നുണ്ട്, നോമ്പുപേക്ഷിക്ക് നഫീസ, നോമ്പുപേക്ഷിക്ക് രോഗം കഠിനമാണ്, നോമ്പുപേക്ഷിച്ചില്ലെങ്കിൽ മരണപ്പെട്ടു പോകും, നോമ്പുപേക്ഷിച്ചില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ആളുകൾ പറയുമ്പോ നഫീസ ബീവി പറയുക, 40 കൊല്ലക്കാലം പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ, 40 വർഷമായിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ, നോമ്പുകാരിയായി മരിപ്പിക്കണേ അല്ലാ, ഞാൻ ഒരിക്കലും നോമ്പ് മുറിക്കുകയില്ല, നോമ്പുകാരിയായി മരണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നോമ്പുകാരിയായി റമളാനിന്റെ 17ാമത്തെ ദിവസം മരണപ്പെട്ടു പോയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, അവരൊക്കെ അവരുടെ ഹൃദയത്തെ നന്നാക്കിയത് വലിൽ ബത്നിൽ ഖലാ, വയറിനെ കാലിയാക്കിക്കൊണ്ട. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം നന്നാകണമെങ്കിൽ, ഹൃദയം വിശുദ്ധിയുള്ളതാകണമെങ്കിൽ, ഹൃദയ രോഗങ്ങൾ ഇല്ലാതാകണമെങ്കിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറഞ്ഞു, വലിൽ ബത്നിൽ ഖലാ, വയറിനെ കാലിയാക്കുക, വയറിനെ കാലിയാക്കാൻ നോമ്പ് പിടിക്കുക. അതുവഴി പലതരത്തിലുള്ള പ്രയോജനമുണ്ട്. ആത്മീയമായ പ്രയോജനമുണ്ട്, ശാരീരികമായ പ്രയോജനമുണ്ട്. ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നോമ്പ് പിടിക്കുന്നത് വഴി ആരോഗ്യം സംരക്ഷിക്കപ്പെടും, അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും നന്നാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെ നോമ്പ് അനുഷ്ഠിക്കുക, റമളാനിന്റെ ഫർളായ നോമ്പ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നഫിലാക്കിയ സുന്നത്തായ നോമ്പ്, അതും നമ്മൾ നിർവഹിക്കാൻ തയ്യാറാകുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മൂന്നാമതായി പറയാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാ, സമയം അധികരിച്ചു കൊണ്ടിരിക്കുകയാ. മൂന്നാമത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറഞ്ഞു, വഖിയാമു ലൈലിൻ, രാത്രി നിസ്കാരം നിങ്ങൾ പതിവാക്കുക, രാത്രിയിലെ നിസ്കാരം ഖിയാമുൽ ലൈലിനെ നിങ്ങൾ പതിവാക്കുക, അതുവഴി മനുഷ്യന്റെ ഹൃദയം നന്നാകുമെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല. രാത്രി നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്, രാത്രിയിലെ നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കം വരുന്നുണ്ടോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരം പതിവാക്കണം. അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഈ രാത്രി എഴുന്നേറ്റ് 3 മണി സമയത്ത് 4 മണി സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബലക്കും, ഒന്നാമത് പ്രവാചകൻ പറഞ്ഞു, അത് സ്വാലിഹീങ്ങളുടെ സമ്പ്രദായവാ. സ്വാലിഹീങ്ങളായ ആളുകളെല്ലാം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും. വഖുർബത്തുൻ ഇലാ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സൽക്കർമ്മമാ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താകണം? റബ്ബിലേക്ക് അടുക്കണം എന്നതാകണം. റബ്ബിലേക്ക് അടുക്കണം എന്നതാകണം നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. മഹാന്മാരൊക്കെ അങ്ങനെയാ, റബ്ബിലേക്ക് എങ്ങനെയാ അടുക്കാൻ സാധിക്കുക എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടിയാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ഔലിയാക്കളൊക്കെ അങ്ങനെയാ, റബ്ബിലേക്ക് അടുക്കാനുള്ള വഴികൾ എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സൽക്കർമ്മമാ. വമഗ്ഫറത്തുൽ ലിസൈആത്ത്, നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ഒരാൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ തയ്യാറായാൽ അവൻ കഴിഞ്ഞു പോയ സകല ദോഷങ്ങളും സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുമെന്ന. അടുത്ത പ്രയോജനം വമൻഹാതുൻ അനിൽ ഇസ്മി, അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ രാത്രി നിസ്കരിക്കുന്നത് വഴി, തഹജ്ജുദ് നിസ്കരിക്കുന്നത് വഴി അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം വമൻഹാതുൻ അനിൽ ഇസ്മി, പാപ സുരക്ഷിതത്വമാണ്. പാപം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി നന്മയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും. നമ്മുടെ ഹൃദയം നന്നാകും, നമ്മുടെ ഹൃദയത്തിൽ തഖ്വയുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഒരു 3 മണി സമയത്ത്, ഒരു 4 മണി സമയത്ത് എഴുന്നേറ്റ് നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും.
നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ആഗ്രഹവും ഒരു ചിന്തയും ഉണ്ടാകും. രാത്രി നിസ്കാരത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. നാളെ പടച്ചവന്റെ പരലോകത്ത് വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കരിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നമസ്കരിച്ചു കൊണ്ടിരുന്ന മുസല്ലയിൽ ഇരുന്ന് കരയുന്ന കാഴ്ചയാണ് അല്ലാഹുവിന്റെ റസൂൽ കാണുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ നീ എന്തിനാണ് കരയുന്നത്? ആയിഷ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ആയിഷ നാളെ പരലോകത്തെ വിചാരണയോർത്ത് സങ്കടപ്പെടുകയാ. നാളെ പരലോകത്തെ വിചാരണയോർത്ത് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞതാ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷയോട് പറയുന്നു, ആയിഷ നാളെ മഹ്ശറ ഇറങ്ങാൻ ആരംഭിക്കുമ്പോ, മഹിസറ തുടങ്ങാൻ ആരംഭിക്കുമ്പോ, വിചാരണ തുടങ്ങാൻ ആരംഭിക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നൊരു വിളിയാളം വരികയാണ്. ഐനല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വരുമ്പോ ഒരു വിഭാഗം ആളുകൾ എഴുന്നേൽക്കുകയാ. ഫയഖൂമൂന അവർ എഴുന്നേൽക്കുകയാ. ഫയദ്ഖുലൂനൽ ജന്ന അവർ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പരലോകത്തെ വിചാരണ കഠിനമാണ് പ്രിയമുള്ളവരെ, പരലോകത്തെ വിചാരണ കഠിനമാണ്. അതില്ലാതെ സ്വർഗത്തിൽ പോകുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാ. ആ ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ രാത്രി നമസ്കാരം നമ്മൾ പതിവാക്കണേ. നമ്മൾ മാത്രം നിസ്കരിച്ചാ പോരാ, നമ്മുടെ ഭാര്യയെ കൊണ്ട് നിസ്കരിപ്പിക്കണേ, നമ്മുടെ മക്കളെ കൊണ്ട് ആ നമസ്കാരം നിർവഹിപ്പിക്കണേ. നമ്മുടെ ഭാര്യയും നന്നാകണ്ടേ, നമ്മുടെ മക്കളും നന്നാകണ്ടേ. നമ്മൾ മാത്രം നന്നായാ പോരാ, നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാ പോരാ. നമ്മുടെ ഭാര്യ സ്വർഗത്തിൽ പോകണം, നമ്മുടെ മക്കൾ സ്വർഗത്തിൽ പോകണം. ഓരോ ഭർത്താവിന്റെയും ഉത്തരവാദിത്തമാണ്, ഓരോ പിതാവിന്റെയും ഉത്തരവാദിത്തമാണ് ഭാര്യ സ്വർഗത്തിൽ കൊണ്ടുപോകൽ, മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون يا أيها الذين آمنوا ألا يصلوا വിശ്വാസികളെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാ പോരാ, നിങ്ങൾ നിങ്ങളുടെ ശരീരം നരകത്തിൽ പോകുന്നതിനെ തൊട്ടും വഅഹ്ലീകും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ ശരീരം നരകത്തിൽ പോകുന്നതിനെ തൊട്ടും സൂക്ഷിക്കണം എന്ന്, അതിന്റെയും ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളും രക്ഷപ്പെടണം, നമ്മുടെ ഹൃദയം നന്നാകണം, നമ്മുടെ ഭാര്യ നന്നാകണം, നമ്മുടെ മക്കൾ നന്നാകണം. അതിനുള്ള വഴിയാണ് രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം. നമ്മളും എഴുന്നേറ്റ് നമ്മുടെ ഭാര്യ എഴുന്നേൽപ്പിച്ച് നമ്മുടെ മക്കളെ എഴുന്നേൽപ്പിച്ച് നിസ്കരിച്ചു പോയി എന്തൊരു റാഹത്തായിരിക്കും, എന്തൊരു റാഹത്തായിരിക്കും. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ഒന്നിച്ച് നിസ്കരിക്കുമ്പോ അവരുടെ ഇടയിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാകും, അവരുടെ ഇടയിൽ തന്നെ ഒരു സ്നേഹം ഉണ്ടാകും. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് സഹോദരങ്ങളെ ഇന്ന് കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തെ കുടുംബജീവിതം താറുമാറാകാനുള്ള കാരണം ദീനനുസരിച്ചുള്ള ജീവിതം കുടുംബത്തിലില്ലാത്തത് കൊണ്ടാണ്, ദീനനുസരിച്ചുള്ള ജീവിതം നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരൊക്കെ ഏതൊരു നന്മ ചെയ്താലും ആ നന്മയിൽ ഭാര്യമാരെ പങ്കാളിയാക്കുമായിരുന്നു, മക്കളെ പങ്കാളിയാക്കുമായിരുന്നു. തഹജ്ജുദ് നിസ്കരിച്ചത് അവർ ഒറ്റയ്ക്കല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭർത്താവ് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു,
ഭാര്യയുടെ മുഖത്ത് വെള്ളം തളിച്ച് അവളെയും എഴുന്നേറ്റ് നിസ്കരിപ്പിച്ചെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിസ്കരിപ്പിക്കണം, നമ്മുടെ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കണം. മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ അങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. ആരാണ് പ്രിയമുള്ളവരെ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിയില്ലേ അങ്ങേ നാട്ടിലെ രാജാവല്ലേ, അങ്ങു വെറോ നാലണയില്ല യാചകനായെന്നോ പ്രാണസഖീനം നായറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദുർഹവുമില്ലല്ലോ. ഖിലാഫത്തുർ റാഷിദയുടെ 5ാമത്തെ ഭരണാധികാരിയും അപരനാമത്തിൽ അറിയപ്പെടുന്ന, ചരിത്രത്തിൽ ജാജ്വല്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയായി തീർന്നാളാ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ വിവാഹം കഴിയുകയാ, മഹാനവറുകളുടെ കല്യാണം കഴിയുകയാ, വിവാഹത്തിന്റെ പദമരാത്രി മണിയറ കൂടുകയാ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയമായപ്പോ തന്റെ പ്രിയപ്പെട്ടവളെ വിളിക്കുകയാണ്, ഫാത്തിമ എഴുന്നേക്കു ഫാത്തിമ. ഇത് നമ്മുടെ യഥാർത്ഥ മണിയറയല്ല ഫാത്തിമ, ഇത് നമ്മുടെ യഥാർത്ഥ മധുവിധുവിന്റെ രാത്രിയല്ല ഫാത്തിമ. യഥാർത്ഥ മണിയറ ഏതെന്നറിയോ? യഥാർത്ഥ മധുവിധുവിന്റെ രാത്രി ഏതെന്നറിയോ? യഥാർത്ഥത്തിലുള്ള ആദ്യ രാത്രി ഏതെന്നറിയോ? നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്ന ദിവസമുണ്ടല്ലോ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ശരീരത്തിൽ ആത്മാവിനെ വേർപ്പെടുത്തുന്ന ദിവസമുണ്ടല്ലോ. നമ്മളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് 6 കാലുള്ള കട്ടിലിൽ കയറ്റി 6 അടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കബറിലേക്ക് ഇറങ്ങിയിട്ട് ചോദ്യം ചോദിച്ച് ശരിയുത്തരം നൽകുമ്പോ നംകനൗമത്തിൽ അറൂസ്, നംകനൗമത്തിൽ അറൂസ്, ഒരു പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ, ഒരു പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് മലക്കുകൾ പറയുന്ന ആ ഒരു ദിവസമുണ്ടല്ലോ, ആ ഒരു ദിവസമുണ്ടല്ലോ. അതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ മണിയറ, അതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ മധുവിധുവിന്റെ രാത്രി, അതാണ് ഒരു വിശ്വാസിയുടെ ആദ്യ രാത്രി. അതുകൊണ്ട് എഴുന്നേക്കു ഫാത്തിമ, കബറിലെ ആദ്യ രാത്രി സന്തോഷകരമാകണ്ടേ, കബറിന്റെ ആദ്യ രാത്രി സന്തോഷകരമാകണ്ടേ. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് അങ്ങനെ പറയണ്ടേ. അതുകൊണ്ട് എഴുന്നേക്കു ഫാത്തിമ, തഹജ്ജുദ് നിസ്കരിക്കു ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ എഴുന്നേക്കുകയാണ്, രണ്ടുപേരും കുളിച്ച് വൃത്തിയാവുകയാ, തഹജ്ജുദ് നമസ്കരിക്കുകയാ. ചരിത്രം രേഖപ്പെടുത്തുമ്പോ രാത്രിയിലുള്ള നിസ്കാരം വഴി അവരൊക്കെ അല്ലാഹുവിന്റെ വലിയായി മാറിയെങ്കിലോ, അവരൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കളായി മാറിയെങ്കിലോ, നമ്മുടെ ഹൃദയം നന്നാകണ്ടേ, നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാകണ്ടേ, നമ്മുടെ കർമ്മങ്ങൾ നന്നാകണ്ടേ. അതിനുള്ള വഴിയാണ് തഹജ്ജുദ് നിസ്കാരമെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോ 5ാമത്തെ മരുന്നേതാ അതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. 5ാമത്തെ മരുന്നേതാ വമുജാലസാതു സ്വാലിഹീനൽ ഫുള്ളലാ, സാലിഹീകളായ ആളുകളുടെ സദസ്സിൽ ഹാജരാകലാം. അല്ലാഹുവിന്റെ സ്വാലിഹീകളായ ആളുകളുണ്ടല്ലോ. ആരാണ് സ്വാലിഹം എന്നറിയോ? ആരാണ് സ്വാലിഹം എന്നറിയോ? ആരാണ് സ്വാലിഹ്? സ്വാലിഹീങ്ങളോടൊപ്പം ചേരാനാണ് പ്രവാചകന്മാര് പോലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. പ്രവാചകന്മാര് പോലും പടച്ചവനോട് പ്രാർത്ഥിച്ചത് സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ എന്നാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു
വസ്സലാമാരാ ഈ ലോകത്തേക്ക് കടന്നു വന്ന ഒരു പ്രവാചകനല്ലേ? പരിശുദ്ധമായ ഖുർആൻ ശരീഫില് 27ഓളം തവണ പേരുകൊണ്ട് പരാമർശിച്ച പ്രവാചകനാ. ഒരധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് യൂസുഫ് എന്നാ. യൂസുഫ് എന്ന ഒരധ്യായം തന്നെ പരിശുദ്ധമായ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകൻ അല്ലാഹു എല്ലാവിധ സൗഭാഗ്യങ്ങളും ദുനിയാവിൽ നൽകിയിട്ടുണ്ട്. സ്വപ്നം വ്യാഖ്യാനം ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകൻ അല്ലാഹുവിനോട് പാതിരാത്രി സമയത്ത് ദുആ ചെയ്യുന്നത് എങ്ങനെയാ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫി ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എനിക്ക് സ്വപ്നം വ്യാഖ്യാനം ചെയ്യാനുള്ള കഴിവ് നീ നൽകി പടച്ചവന്. അധികാരം നീ നൽകി പടച്ചവന്. രാജ്യത്തിന്റെ ഭരണാധികാരം നീ നൽകി പടച്ചവന്. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഇതൊന്നും ഞാൻ ചോദിച്ചിട്ട് കിട്ടിയതല്ല. ഇതൊക്കെ റബ്ബേ നീ നൽകിയതാ. ചോദിക്കാതെ തന്നെ നൽകിയതാ. എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് ചോദ്യമാ. എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് ചോദ്യമാ. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ദുനിയാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലേ? ദുനിയാവിന്റെ സുഖങ്ങൾ കിട്ടാൻ വേണ്ടി പരിശുദ്ധമായ ഹജ്ജിന്റെ വേളയില് ആ പരിശുദ്ധ മണ്ണിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ദുനിയാവ് നൽകണേ അല്ലാ എന്നാ. ദുനിയാവിന് വേണ്ടി എത്ര തവണ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ദുനിയാവിലെ കച്ചവടം വിജയിക്കാൻ വേണ്ടി, ദുനിയാവിന്റെ സുഖങ്ങൾ കിട്ടാൻ വേണ്ടി, ദുനിയാവിന്റെ സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പടച്ചവനോട് എത്ര തവണ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. സാലിഹാണ് അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതമായ പദവിയുള്ളവര്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സാലിഹാകണമെങ്കിൽ സാലിഹീങ്ങളുടെ സഹവാസം കിട്ടണം. നമ്മൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ സ്വാലിഹീങ്ങളുടെ സഹവാസം കിട്ടണം. സ്വാലിഹീങ്ങളുടെ സദസ്സിൽ ഹാജരാകണം. സ്വാലിഹീങ്ങളുടെ മജ്ലിസിൽ ഹാജരാകണം. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആരാണ് സ്വാലിഹെന്നും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരുടെ മുഖം കണ്ടാൽ തന്നെ അല്ലാഹുവിനെ ഓർമ്മ വരും. മനദക്കറക്കും ബില്ലാഹി റഅയതഹു വസാദകും ഫീ ഇൽമികും മംദകുഹു. അവരുടെ സദസ്സിൽ നിങ്ങൾ ഹാജരായാൽ, ഒരു മനുഷ്യന്റെ സദസ്സിൽ നമ്മൾ ഹാജരാകുമ്പോ, ഒരാളോട് നമുക്ക് സംസാരത്തിൽ ഏർപ്പെടുമ്പോ, ഒരാളുമായി നമ്മുടെ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോ, ആ മനുഷ്യന്റെ മുഖം കാണുമ്പോ, ആ മനുഷ്യന്റെ മുഖം കാണുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അല്ലാഹ് എന്ന ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ, നമുക്ക് പടച്ചവനെ പറ്റിയുള്ള ഓർമ്മ വരുന്നെങ്കിൽ, അവൻ സ്വാലിഹാണെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ സ്വാലിഹിന്റെ അടയാളം എന്താ? വസാദകും ഫീ ഇൽമികും മംദകുഹു. അവനുമായി സംസാരിക്കുമ്പോ നിന്റെ അറിവ് വർദ്ധിക്കുന്നതാ. അവരുമായി സംസാരിക്കുമ്പോ നിന്റെ ഇൽമു വർദ്ധിക്കുന്നതാ. മൂന്നാമത്തെ അടയാളം വദക്കറകും ബിൽ ആഖിറതി അമലുഹു. അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോ, അവരുടെ ഇബാദത്ത് കാണുമ്പോ, അവരുടെ നിസ്കാരം കാണുമ്പോ, അവരുടെ ദിക്ർ കാണുമ്പോ, അവരുടെ സ്വലാത്ത് കാണുമ്പോ, അവരുടെ എല്ലാ നല്ല കാര്യങ്ങളും കാണുമ്പോ നിനക്ക് നിന്റെ പരലോകം ഓർമ്മ വരുന്നെങ്കിൽ, പടച്ചവനെ അവനെ പോലെ എനിക്കാകാൻ കഴിയുന്നില്ലല്ലോ അല്ലാ.
അവനെ പോലെ എനിക്ക് പരലോകത്തിന് വേണ്ടി സമ്പാദിക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ എന്ന ഒരു പശ്ചാത്താപം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ വരുന്നുണ്ടെങ്കിലോ അവൻ സ്വാലിഹാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള സാലിഹീങ്ങൾ എമ്പാടുമുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. പഴയകാലത്ത് അവർ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സാലിഹീങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിഅ അല്ലാഹു പറയുന്നുണ്ട്, സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. സാലിഹീങ്ങൾ ആദ്യകാലക്കാരിൽ ഒരുപാടുണ്ടാകും. പക്ഷേ അവസാന കാലമാകുമ്പോ, ഖിയാമത്ത് നാളാകുമ്പോ, വഖലീലും മിനൽ ആഖിരീൻ അവര് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നന്നാകണമെങ്കിൽ ഒരാൾ വേണം. നമുക്ക് നന്നാകണേ ഒരാളുടെ കൈ പിടിക്കാൻ നമുക്ക് സാധിക്കണം. സാലിഹീങ്ങളെ കാണാൻ നമുക്ക് കഴിയണം. അവരുടെ മാർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്കും സാലിഹാകാൻ കഴിയൂ. അതിനുള്ള വഴിയാണ് ത്വരീഖത്ത് എന്നുള്ളത്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ ദൗത്യം നിർവഹിക്കുമ്പോ 32 വർഷം ഇൽമു പഠിച്ച വ്യക്തിയാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഞാനും നിങ്ങളുമൊക്കെ ഇൽമു പഠിക്കാൻ 7 വർഷം ചെലവഴിച്ചപ്പോ, അല്ലെങ്കിൽ 8 വർഷം ചെലവഴിച്ചപ്പോ, അല്ലാഹനെ മനസ്സിലാക്കാൻ 32 വർഷം ഇൽമിന്റെ വഴിയെ സഞ്ചരിച്ച മഹാനാ, ചില്ലറക്കാരനല്ല കേട്ടോ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പരിഹസിക്കുന്നവരില്ലേ, മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കളിയാക്കുന്നവരില്ലേ, മഹാന്മാരെ അനുസ്മരിക്കുന്നതിനെ പുച്ഛത്തോടെ തള്ളുന്നവരില്ലേ. വേണ്ട, അവരുടെ പൊരുത്തം കിട്ടിയാ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറ്റപ്പെടുത്തല്ല പ്രിയമുള്ളവരെ. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളെ പറ്റി പറയുന്നുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ വലിയത്തായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ വലിയത്തായിരുന്നു. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വലിയായിരുന്നു. ഖൽബുൽ ഖുർആൻ എന്ന സൂറത്ത് യാസീനെ പറ്റി വിശദീകരിച്ച ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സൂറത്ത് യാസീൻ ഉണ്ടല്ലോ, ഖുർആനിന്റെ ഹൃദയമെന്ന്, ഖുർആനിന്റെ ഹൃദയമെന്ന്, ഖുർആനിന്റെ ഖൽബെന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച യാസീനിൽ ഒരു അല്ലാഹുവിന്റെ വലിയനെ പറ്റി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ വലിയനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ വലിയകളെ പറ്റി പറയുന്നുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും നിസ്സാരരാക്കരുത്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 32 വർഷത്തോളം അറിവ് പഠിച്ചിട്ട് ദീനിന്റെ പ്രബോധന മേഖലയിലേക്ക് കടക്കുകയാ. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പ്രബോധനം നടത്തുമ്പോ ആ കാലഘട്ടങ്ങളിൽ കൊള്ള അധികരിച്ചിരുന്നു, കുഴപ്പങ്ങൾ അധികരിച്ചിരുന്നു, അന്ധവിശ്വാസങ്ങൾ അധികരിച്ചിരുന്നു, തെമ്മാടികൾ അധികരിച്ചിരുന്നു. തെമ്മാടികളെയാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയാക്കിയത്. കള്ളന്മാരെയും കൊള്ളക്കാരെയും ചതിയന്മാരെയും ഒക്കെയാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വലിയാക്കിയത്. മഹാനവറുകൾ ഉണ്ടാക്കിയ തരീഖത്താണ് ഖാദിരിയ തരീഖത്ത് എന്നുള്ളത്. ആ ഖാദിരിയ തരീഖത്ത് ഉണ്ടാക്കി അതിലൂടെ ജനങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിച്ച മഹാനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുപോലെയുള്ള തരീഖത്തുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മഹാന്മാരെ അടുത്തറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ അടുത്തറിഞ്ഞുകൊണ്ട് അവരുടെ സഹവാസം നമ്മൾ നേടിയെടുത്ത, അവരുടെ തർബിയത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമുക്കും സ്വാലിഹാകാൻ കഴിയും. നമ്മുടെ ഹൃദയം നന്നായാ നമ്മൾ സ്വാലിഹാകും, യാതൊരു സംശയവുമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ വലിയാകാൻ പറ്റും, ഒരു സംശയവും വേണ്ട. അള്ളാഹുവിന്റെ വലിയാകണമെങ്കിൽ എന്തു വേണം? നമ്മുടെ ഹൃദയം നന്നാക്കിയാൽ മതി. നമ്മുടെ കർമ്മങ്ങളും നന്നാകണം, അതോടൊപ്പം ഹൃദയം നന്നാകണം. ചില ആളുകൾ കർമ്മം നന്നാക്കും, പക്ഷെ ഹൃദയം നന്നാക്കൂല. ഹൃദയം നന്നാക്കണം. ആദ്യം ഹൃദയം നന്നാകട്ടെ. ഹൃദയം അള്ളാഹുവിന്റെ നോട്ടസ്ഥാനമാണ്. അത് നന്നായാൽ പിന്നെ അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആളായി നമുക്ക് മാറാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഹൃദയം നന്നായാലേ ഉള്ളൂ നമുക്ക് നല്ല മരണം കിട്ടൂ. ഹൃദയം നന്നായാലേ ഉള്ളൂ
ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയോ? ഹൃദയത്തിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായാലേ ഉള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹ് ഉണ്ടായാലേ ഉള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, അവിടത്തോടുള്ള മഹബത്ത് മുഹമ്മദ് നബി ഹൃദയത്തിന്റെ ഉള്ളിലാക്കിയവർക്ക് മാത്രമേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ സാധിക്കൂ. നല്ല മനുഷ്യന്മാർക്ക് അങ്ങനെ പറയാൻ കഴിയൂ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ യഖൂലൂന സലാം ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. മലക്കുകൾ വിളിക്കുന്ന യാത്രയിൽ, മലക്കുകൾ സലാം പറഞ്ഞ് വിളിക്കുന്ന യാത്രയുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്തവരാ. ദുനിയാവിൽ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പല വിനോദയാത്ര പോകാറുണ്ട്. ഭാര്യ നമ്മളെ വിളിക്കാറുണ്ട് പോകാമെന്ന് പറഞ്ഞ്, മക്കള് വിളിക്കാറുണ്ട് പോകാമെന്ന് പറഞ്ഞ്, കുടുംബക്കാര് വിളിക്കുന്നുണ്ട് വാ നമുക്ക് പോകാം, കറങ്ങിയിട്ട് വരാം, സന്തോഷിക്കാം, ആനന്ദിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ വന്നുകൊണ്ട് വാ പോകാമെന്ന് പറഞ്ഞ് സലാം പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് അവരോടൊപ്പം പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ആർക്കാ പോകാൻ കഴിയാ? അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ. ത്വയ്യിബീങ്ങളായ ആളുകൾക്ക് മാത്രമേ അങ്ങനെ പോകാൻ കഴിയൂ. ത്വയ്യിബീങ്ങൾ എന്ന് പറഞ്ഞ ആരാ? ഹൃദയം പരിശുദ്ധമാക്കിയ ആളുകൾ, ഹൃദയം ശുദ്ധീകരിച്ച ആളുകളുടെ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വരും. എന്നിട്ട് പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ, അവന്റെ രക്ഷയുണ്ടാകട്ടെ, അവന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ദുനിയാവിൽ പണിയെടുത്തവരല്ലേ, നിങ്ങൾ പണിയെടുത്തവരല്ലേ, നിങ്ങൾ ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പെട്ടവരല്ലേ, ആ കഷ്ടപ്പാടിന്റെ അടയാളം നിങ്ങളുടെ നെറ്റിയിൽ കാണുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയം പരിശുദ്ധമായ മുഅ്മിൻ മരിക്കുന്നത് നെറ്റിത്തടം വിയർത്തുകൊണ്ടാ. നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് സഹോദരങ്ങളെ. നെറ്റിത്തടം വിയർത്തുകൊണ്ട് ഒരാൾ മരണപ്പെടുന്നത് കണ്ടാൽ അവൻ സ്വാലിഹാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവൻ ഈമാനുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കോ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിത്തടം വിയർത്തുകൊണ്ട് ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. നെറ്റിത്തടം വിയർക്കുന്നപ്പോഴാ നമ്മളൊക്കെ ദുനിയാവിൽ വാഴയ്ക്ക് വിത്തിടുമ്പോ, അല്ലെങ്കിൽ ദുനിയാവിൽ കുറെ മണ്ണ് കളയ്ക്കുമ്പോ, ഭൂമി കളയ്ക്കുമ്പോ ഒക്കെ അധ്വാനിച്ചതിന്റെ ഫലമായി നമ്മുടെ ശരീരം വേർക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രഭാഷണം നടത്തുന്നു, ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസംഗം നടത്തുന്നു, ഞാൻ ആകെ വേർത്തു കുളിച്ചിരിക്കുകയാണ്. പണിയെടുക്കുമ്പോഴാ വേർപ്പ് വരിക. എന്നാൽ മരിക്കുന്ന സന്ദർഭത്തിൽ വേർത്തു മരിക്കണം. മരിക്കുന്ന സന്ദർഭത്തിൽ വേർത്തു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. പടച്ചവനെ, ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ, വേർത്തു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന ഈ മഹല്ലിനെ സേവനം ചെയ്യുന്ന ബഹുമാന്യനായ തങ്ങൾ അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് അതിന് ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് നമുക്കതിന് അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെന്ത് വേണം? നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കിയാൽ മതി. ഹൃദയം ശുദ്ധിയാക്കിയാൽ മതി. ഹൃദയം ശുദ്ധിയാക്കിയാൽ നല്ല മരണം നമുക്ക് ലഭിക്കും. അല്ലാഹു ആ നല്ല മരണം നമുക്ക് ഓരോരുത്തർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇത്ര നേരം പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഇതനുസരിച്ച്, പറഞ്ഞതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഹൃദയം ശുദ്ധീകരിച്ച് മരിക്കാൻ. നമ്മളൊക്കെ ഒരു ദിവസം മരിക്കേണ്ടവരാ. ഒരു ദിവസം ഈ കണ്ണൊക്കെ അടഞ്ഞു പോകും. ഈ തുറന്നിരിക്കുന്ന കണ്ണുകൾ, എന്നിലേക്ക് തുറന്നിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളിലേക്ക് തുറന്നിരിക്കുന്ന എന്റെ കണ്ണുകളൊക്കെ പാതി അടഞ്ഞു പോകും. പാതി അടഞ്ഞു പോകുന്ന കണ്ണുകളെ ആളുകൾ തിരിമടക്കുന്ന ഒരു ദിവസമുണ്ട്. സഹോദരങ്ങൾ, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. മരണത്തെ പറ്റി ചിന്തിച്ചാൽ ഹൃദയം നന്നാകും. ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഒരു വഴിയാ തിലാവത്തുൽ ഖുർആൻ പോലെ റസൂൽ എന്ന് പറഞ്ഞു, നിങ്ങൾ മരണസ്മരണയും അധികരിപ്പിക്കണം. മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട്ടിൽ ആളുകൾ
മരിച്ചു എന്ന് വിളിച്ചു പറയുമ്പോ, ആളുകൾ ഇന്നയാളെ മകൻ ഇന്നയാള് മരിച്ചു എന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ആളുകൾ പറയുന്നു ഇന്നയാളുടെ മകൻ ഇന്നയാള് മരിച്ചു, അബ്ദുൽ ഖാദറിന്റെ മകൻ അബ്ദുള്ള മരിച്ചു. പടച്ചവനെ, ഒരു ദിവസം വരുമല്ലോ അല്ലാഹ്, അന്ന് ഖത്താബിന്റെ മകന്റെ ഉമറിന്റെ കഥ കഴിഞ്ഞു എന്ന്, ഉമറും ഈ ലോകത്ത് നിന്ന് മരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ദിവസം വരുമല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ പള്ളിയിൽ നിന്ന് ഈ നാട്ടിലെ ഇന്നയാള് മരിച്ചു എന്ന് പറയുമ്പോ നമ്മളൊക്കെ ഓർക്കേണ്ടത് നമ്മുടെ മരണത്തെ പറ്റിയാ. ഒരു ദിവസം ഇതുപോലെ ഈ പള്ളിയിൽ വിളിച്ചു പറയുമല്ലോ, പടച്ചവനെ, ഇവിടത്തെ ഖബർസ്ഥാനിൽ എന്റെ മയ്യത്തും കൊണ്ടുപോയി വെക്കപ്പെടുമല്ലോ, എനിക്ക് വേണ്ടിയും മയ്യത്ത് നിസ്കരിക്കുമല്ലോ, എന്നെ കുളിപ്പിക്കുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ നമ്മുടെ ഹൃദയം നന്നാകും. അള്ളാഹു ഹൃദയം നന്നായവരുടെ കൂട്ടത്തിൽ, നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ, അതിന് പണിയെടുക്കേണ്ട ആവശ്യമുണ്ട്, പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.